അരിപ്പൊടി ശർക്കരയും ചക്കയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ശർക്കര ഉരുക്കിയതുകൊണ്ട് ചൂടുണ്ട്. ബാക്കി അരിപ്പൊടിയും കൂടെ ഇടാം. അതിനകത്ത് ഏലക്കപ്പൊടി ഒരു 5 ഏലക്ക പൊടിച്ചത്, ഒരു 2-3 കഷ്ണം തേങ്ങ അരിഞ്ഞത് കട്ട് ചെയ്ത് പീസാക്കി എടുത്തത്, ഇത്രയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഇല എടുത്ത്, ഞാൻ വട്ടയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. വട്ട എന്ന് പറയും, വട്ട ഇല. പലരും പല പേരാണ് പറയുന്നത്, അതെന്താണെന്ന് അറിയത്തില്ല. ഇല കണ്ടല്ലോ, ഇലയുടെ ഷേപ്പ് ഇതാ. ഇതിലോട്ട് മാവ് നിരത്തി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി ഈ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം. നമ്മളെല്ലാം മടക്കിയെടുത്തു. അപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ തട്ടിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം. പൊതിഞ്ഞ് വെച്ച് ഓരോന്നതിൽ പറക്കി വെച്ച് ഇതിനകത്ത് ചക്കപ്പഴം, അരിപ്പൊടി, ഏലക്ക, തേങ്ങാക്കൊത്ത്, ഇത്ര സാധനമുള്ളത്. നമ്മൾ വാഴയിലയിലല്ല വെച്ചിരിക്കുന്നത്, വട്ടയിലയിലാണ്. ഇനി ഇത് വേവട്ടെ. നമുക്കെടുത്തിട്ട് എന്തോ നോക്കണ്ടേ. ഓക്കെ, ചക്ക അട റെഡിയാണ്. ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീസാക്കി കഴിക്കാം.